എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്റർനാഷണൽ ആയിട്ട് നമ്മൾ ഒരു ടീ ഡേ അഥവാ ചായ ദിനമായിട്ടാണ് നമ്മൾ ഈ ദിവസത്തിനെ നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു ചായക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇന്റർനാഷണൽ ഡേ ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഡയലോഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡേ. അതുപോലെ തന്നെ നമുക്കറിയാം, രാജീവ് ഗാന്ധിയുടെ മരിച്ച ഓർമ്മകള് നമ്മൾ നിലനിർത്താനായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് ആന്റി ടെററിസ്റ്റ് ഡേ, അല്ലെ? അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ചായ ദിനം, നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഹാപ്പി ആണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ പലരും പറയും ഓ ഹാപ്പിയാണ് എന്നൊക്കെയും പറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സത്യത്തിൽ നിങ്ങൾ ഹാപ്പി ആണോ? വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ഒരു വ്യക്തിയോട്, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിനോട് ഒരു പത്രാധിപരായിട്ടുള്ള ആള് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറ് ഹാപ്പി ആണോ? ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്നുള്ള രീതിയിൽ സാറ് ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ആള് പറഞ്ഞത്, ഞാൻ ഫുൾ ടെൻഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു സിനിമ എനിക്ക് ഓർമ്മ വരാണ്. അതിൽ ഇന്നസെന്റ് പറയുന്നൊരു കാര്യമുണ്ട്, തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് കൊതിയാവണൂടാ അങ്ങനെയൊക്കെ ഒന്ന് കിടന്നുറങ്ങാൻ എന്ന് പറയാണ്. അപ്പൊ ഈ ഇന്റർനാഷണൽ ടീ ഡേ എന്ന് പറയുന്ന ദിവസം ഒരു ചായ കുടിക്കുന്നത് പലപ്പോഴും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് പ്രഷർ അല്ലെങ്കിൽ വർക്ക് ലോഡ് അല്ലെങ്കിൽ മൈൻഡില് ഒരു തരത്തിലുള്ള ഒരു റിലാക്സേഷൻ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് സാധാരണ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 11 മണിക്ക് ഒരു ചായ, അതെല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ അങ്ങനെ വരാൻ കാരണം? അവരുടെ ജീവിതത്തില് അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് 9 മണിക്കോ 10 മണിക്കോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഫോമിലെത്തുന്ന സമയത്ത് നമ്മുടെ ബോഡീനെ നമ്മൾ അതനുസരിച്ച് പാകപ്പെടുത്താനായിട്ട് നമ്മൾ ഒരു ചെറിയ രീതിയിൽ ചായക്കും കുടിച്ച് നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ദിനമാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഒരു ചായ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസാം ആപ്പിൾ വാലി ടീ, ആസാമില് ഉള്ള തേയിലകൾക്കാണ് ഏറ്റവും മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയപ്പെടുന്നത്. കേരളത്തിലാണെന്ന് വെച്ചാൽ മൂന്നാറിലൊക്കെ ഉള്ള തേയില ഉയരം കൂടുന്തോറും ചായക്ക് എന്താണ് ടേസ്റ്റ് കൂടും, രുചി കൂടും എന്നൊക്കെയല്ലേ പറയാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചായ നമുക്ക് ടീ ബ്രേക്ക് എന്നൊക്കെ നമ്മൾ പറയും. ആ ടീ ബ്രേക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെയധികം ടെൻഷൻസ് ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം, അതുപോലെ ജോലി ഭാരം, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഏതുമായിക്കൊള്ളട്ടെ, ജോലി ഏതുമായിക്കൊള്ളട്ടെ, അതൊക്കെ നമുക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു പാഡ്ലിംഗ് ഉണ്ട്. ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. പലപ്പോഴും അത് സാധിക്കാതെ വരുന്ന സമയത്താണ് വളരെയധികം പ്രഷറൈസ്ഡ് ആയിട്ട് മാറുക. പ്രഷറൈസ്ഡ് ആയിട്ട് മാറുമ്പോഴുള്ള പ്രശ്നങ്ങള് പാൽപിറ്റേഷൻ, ചുവന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ബോഡിയുടെ കൺട്രോൾ വിട്ടുപോവുക, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് നമുക്ക് ഒരു സ്റ്റേബിൾ ആക്കി നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷണ രീതികളിൽ തന്നെ മാറ്റം വന്നു. കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം, ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ, അതുപോലെ നമുക്ക് മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കാനായിട്ട് സാധ്യമല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴാണ് നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചത്? ആരെ കണ്ടപ്പോഴാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ ചിരിച്ചത്? ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ അവിടെ ചായയുടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക് എടുത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ നെർവസ്നെസ് ഒക്കെ മാറി
നമ്മളൊന്ന് റിലാക്സ്ഡ് ആവുക. അങ്ങനെ റിലാക്സ്ഡ് ആവുന്ന സമയത്തായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളു തുറന്ന് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പ്രവർത്തികളൊക്കെയും ചെയ്യുക. ഒരു വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും മനസ്സിന് സമാധാനം ഉള്ള ഒരു ടൈം പീരീഡ് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു ആശയമുണ്ട്. രസകരമായിട്ടുള്ളൊരു ഉത്തരമായിരുന്നു. ആളുടെ ടോയ്ലറ്റിംഗ് ടൈമാണ്. ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ, അതായത് നമ്മൾ ഒരു ടോയ്ലറ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വാതിൽ ലോക്ക് ചെയ്യാണ് അല്ലേ. ഈ വാതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് ഓർക്കുക. വിവേകാനന്ദനൊക്കെ പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ദിവസം സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മിസ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ള വലിയൊരു പ്രാധാന്യമേറിയിട്ടുള്ള ഒരു ടേക്ക് അവേ ഹോം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഹനുമാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മളിനെ പലപ്പോഴും ഹനുമാന്റെ പോലെ ഓർത്തെടുക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾ നമ്മളെ കുറിച്ച് ഓർക്കുക, നമ്മുടെ ജീവിത ശൈലിയെ കുറിച്ച് ആലോചിക്കുക, നമ്മൾ നമ്മുടെ ശരീരത്തിന് എത്ര ടെൻഷൻ കൊടുത്തു എന്നോർക്കുക, നമ്മൾ എത്ര കാര്യങ്ങൾ ചിന്തിച്ച് കാട് കയറിപ്പോയി. ഓവർ തിങ്കിങ് അല്ലെ. ഒരാള് ഒരു 8 മണിക്കൂറിൽ 33,000 ചിന്തകളാണ് ബ്രെയിനിൽ വരാന്ന് പറയും. അപ്പൊ 24 മണിക്കൂർ ആവണമെങ്കിൽ അതിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000 തോട്ട്സ് ആണ് ഒരാൾക്ക് ഒരു ദിവസം ബ്രെയിനിൽ കൂടെ കടന്നു പോവുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചൂഴ്ന്നു പോവാൻ, ഫോക്കസ്ഡ് ആയിട്ട് പോവാനായിട്ട് പിൻ പോയിന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ അച്ചീവ്മെന്റ് ഉണ്ടാവുക അല്ലെ. എല്ലാവരും ആലോചിക്കുന്ന പോലെ 1,00,000 തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും എത്തിച്ചേരാൻ പറ്റില്ല. എൻ്റെ മോനുണ്ട്, ആളാണെങ്കിൽ ചെറിയ കുട്ടിയാണ്. അപ്പൊ ആള് ടി വിയില് ഈ റിമോട്ട് ഉണ്ട്, ആ റിമോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ചോദിക്കും, മോനെ എന്താണ് കണ്ടതെന്ന് ചോദിച്ചാൽ അപ്പൊ കുറേ കണ്ടു എന്ന് പറയും അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തില് നമ്മൾ കുറെ കാര്യങ്ങൾക്ക് ഈ ഡൈവേർട്ടായി പോവാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ്ഡ് ആവാനും നമ്മളെ കുറിച്ച് നമുക്കൊരു സ്വയം ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ഇംബാലൻസ് ആയി നിൽക്കുന്ന വർക്ക് ലൈഫ് ബാലൻസ്ഡ് ആവാനായിട്ട് സാധ്യമാണ്. മാത്രമല്ല അതുകൊണ്ടുള്ള പല അഡ്വാൻറ്റേജ് ഉണ്ട്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് പതുക്കെ കുറഞ്ഞു പോകും. നമ്മുടെ തോട്ട്സ് നമുക്ക് കുറേയൊക്കെ ഫോക്കസ്ഡ് ആക്കാനായിട്ട് പറ്റും. അതുപോലെ ഇമോഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പാസ്റ്റ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നതും ചിന്തകളും മങ്കി മൈൻഡ് എന്നാണ് പറയുന്നത് അല്ലെ. പഴയതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ വേവലാതിപ്പെടും, ഇനി നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് കുറെ വേവലാതിപ്പെടും. പക്ഷെ ഈ കറന്റ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ പ്രസന്റ് ടെൻസ്, ആ പ്രസന്റ് ടെൻസിൽ ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് 80-20 റൂൾ പ്രകാരം 20% ഉള്ളൂ എന്ന് പറയുന്നത്. 100% ആൾക്കാരിൽ പ്രസന്റിൽ ജീവിക്കാനായിട്ട് ആ ഒരു കഴിവുള്ള ആൾക്കാർ 20% ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും പ്രസന്റ് ടെൻസിൽ ജീവിക്കാനായിട്ട് നോക്കുക, നിങ്ങളുടെ കാര്യക്ഷമത നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, വർക്ക് പ്രഷർ അവോയ്ഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ട് നമുക്ക് കൂടുതൽ കാലം ജീവിക്കാനായിട്ട് പറ്റും. ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ട് ജപ്പാനീസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജപ്പാൻകാര് 100 വയസ്സിനേക്കാൾ കൂടുതൽ ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സന്തോഷമുള്ളവരായിരിക്കുക, സമാധാനമുള്ളവരായിരിക്കുക, മറ്റുള്ളവരായിട്ട് പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഒരു ടീമായിട്ട് മുന്നേറുക. ജീവിതത്തിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുന്നു അല്ലെ. ടുഗദർ എവരി വൺ അച്ചീവ് മോർ എന്ന് നമ്മൾ ടീമിനെ പറയും. അതേപോലെ തന്നെ ഒരു നല്ലൊരു സ്പിരിറ്റോട് കൂടി കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കൊണ്ടുവരാം. ഞാൻ ചെയ്യുന്നത് എന്താണ്,
ഈ ചെയ്യുന്നതിന്റെ എയിം എന്താണ്, ടാർഗറ്റ് എന്താണ്, ലക്ഷ്യം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കാനും നമ്മളെക്കുറിച്ച് നമ്മൾ ഓർക്കാനും നമ്മൾ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അന്താരാഷ്ട്ര തേയില ദിനം അല്ലെ, ടീ ഡേ, ഒരു ചായ കുടിച്ച് തന്നെ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.